ഇന്നത്തെ പ്രഭാതത്തിൽ തമിഴ് സിനിമാ ലോകത്തു നിന്നും ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവന്നത്. ഏതാനും നാളുകളായി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്ന നടൻ വിജയകാന്ത് 71 വയസ്സിൽ അന്തരിച്ചു എന്നതായിരുന്നു അത്. അസുഖബാധിതനായ അദ്ദേഹം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സഹപ്രവർത്തകരും കുടുംബവും ആരാധകരുമെല്ലാം തന്നെ. എന്നാൽ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗമാണ് സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ എങ്ങും വിജയകാന്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കപ്പെടുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറയുന്നത് തമിഴകത്തിന്റെ ക്യാപ്റ്റൻ വിജയകാന്തിനെ അവസാനമായി കാണുവാൻ ഇളയദളപതി വിജയ് എത്തിയ ദൃശ്യങ്ങളാണ്. നടൻ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് അഭിനയിച്ചതിൽ ഏറെയും. എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത സട്ടം ഒരു ഇരുട്ടറ എന്ന ചിത്രം വിജയകാന്തിന് കാത്തിരുന്ന ഒരു ബ്രേക്ക് സമ്മാനിച്ച ചിത്രം കൂടിയായിരുന്നു. എന്നാൽ 1992 വിജയ് നായകനായി എത്തി എസ് ചന്ദ്രശേഖർ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച നാളെ തീർപ്പ് എന്ന ചിത്രം വൻ പരാജയമായിരുന്നു. അന്ന് വിജയുടെ കുടുംബത്തിന്റെ സ്വത്തുക്കളെല്ലാം കടത്തിലായിരുന്നു. അന്ന് 2 വഴികളാണ് വിജയ്ക്കും കുടുംബത്തിനും മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ വീട് വിറ്റ് കടം വീട്ടുക, അല്ലെങ്കിൽ മറ്റൊരു പടം പിടിച്ച് വിജയിപ്പിച്ച് കടം വീട്ടുക എന്നതായിരുന്നു ആ വഴികൾ. രണ്ടാമത്തെ വഴിയാണ് അവർ തിരഞ്ഞെടുത്തത്. അന്ന് ആ സിനിമയ്ക്കായി സൂപ്പർ താരം വിജയകാന്തിനെ അവർ സമീപിച്ചു. വിജയകാന്ത് ആ മോശം ഘട്ടത്തിൽ വിജയുടെ കുടുംബത്തെ രക്ഷിച്ചു. അങ്ങനെ വിജയ് നായകനായ സെന്തൂര പാണ്ഡ്യയിൽ വിജയകാന്ത് അഭിനയിച്ചു. അതും 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയായിരുന്നു വിജയകാന്ത് വിജയ് ചിത്രത്തിൽ അഭിനയിച്ചത്. ആക്ഷൻ ഹീറോ ആയിരുന്ന വിജയകാന്ത് ഒരു ആക്ഷൻ പോലും ആ ചിത്രത്തിൽ ചെയ്തില്ല. ക്യാപ്റ്റന്റെ സാന്നിധ്യമാണ് ആ പടം വിജയിക്കുവാൻ കാരണവും. വിജയ്ക്ക് പിന്നീട് തമിഴ് സിനിമയിൽ തുടർന്നും നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയതും ആ ചിത്രമായിരുന്നു. മുൻപൊരിക്കൽ വിജയകാന്തിനെ കുറിച്ച് വിജയ് പറഞ്ഞ ചില വാക്കുകളും ഈ ഒരു അവസരത്തിൽ ശ്രദ്ധ നേടുകയാണ്. നമുക്ക് 2 തരം പ്രേക്ഷകരാണുള്ളത്, ക്ലാസും മാസും. ഒരാൾ നടനാകണമെങ്കിൽ മാസ് പ്രേക്ഷകർ അയാളെ അംഗീകരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നു മുതൽ ഇന്ന് വരെ വിജയകാന്ത് അണ്ണൻ മാസ് ഹീറോയാണ്. എന്റെ അച്ഛൻ അദ്ദേഹത്തെ വെച്ചൊരു സിനിമ എടുത്തപ്പോൾ എന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടാണ് കാസ്റ്റ് ചെയ്തത്. അങ്ങനെ വിജയകാന്തിനെ കാണാൻ വന്നവർ എന്നെയും അറിഞ്ഞു. അതിനുവേണ്ടിയാണ് ആ സിനിമ ചെയ്തതും. സിനിമ വിജയമായി. ഞങ്ങൾ കരുതിയതൊക്കെ നേടുകയും ചെയ്തുവെന്നാണ് വിജയ് അതേക്കുറിച്ച് അന്ന് പറഞ്ഞത്. അതേസമയം തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകവും പ്രേക്ഷകരുമൊക്കെ വിജയകാന്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ നിറയെ വിജയകാന്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള അനുശോചന കുറിപ്പുകളാൽ നിറയുന്നു. ഈ ദുഃഖകരമായ വേളയിൽ വിജയകാന്തിന്റെ വിയോഗത്തിൽ വികാരാധീനനായി നടൻ വിശാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു വീഡിയോയും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. വിദേശത്തായതിനാൽ വിജയകാന്തിനൊപ്പം അന്ത്യനിമിഷത്തിൽ ചെലവഴിക്കുവാൻ സാധിച്ചില്ല എന്നും അതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും ഈ വീഡിയോയിലൂടെ വിശാൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിജയകാന്തിനെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി വീട്ടിൽ വിശ്രമത്തിലുമായിരുന്നു. സിനിമാ നടൻ എന്നതിനു പുറമെ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ വിജയകാന്ത് ഇപ്പോൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല. അവസാനമായി പൊതുവേദിയിൽ വന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനായിരുന്നു. അന്നും വീൽ ചെയറിലായിരുന്നു വിജയകാന്ത് എത്തിയത്. അതിനിടയിൽ പല സിനിമാ താരങ്ങളും വിജയകാന്തിന്റെ ആരോഗ്യനില അന്വേഷിച്ച് ആശുപത്രിയിൽ എത്തിയിരുന്നു. നാസർ അടക്കമുള്ള താരങ്ങൾ ആശുപത്രിയിൽ നേരിട്ടെത്തി വിജയകാന്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. സൂര്യ അടക്കമുള്ള താരങ്ങൾ ഫോണിലൂടെയും വിളിച്ച് വിജയകാന്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചതായി ഭാര്യ പ്രേമലതയും ഇടയ്ക്ക് പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.